എന്നെപ്പറ്റി കള്ളം പറഞ്ഞ സഹോദരിയുടെ കുട്ടിയെ ഇനി എനിക്ക് നോക്കാനാവില്ല എന്ന് പറഞ്ഞതിൽ ഞാൻ തെറ്റുകാരനോ? എന്റെ സഹോദരി വിവാഹമോചിതയാണ്. അവൾക്ക് 2 കുട്ടികളാണ്, 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 7 വയസ്സുള്ള ഒരാൺകുട്ടിയും. അവൾക്ക് ജോലിയുണ്ട്. ജോലിത്തിരക്ക് മൂലം തിരിച്ചെത്താൻ വൈകുന്ന ദിവസങ്ങളിൽ അവൾ വരുന്നതുവരെ ഞാനാണ് അവളുടെ വീട്ടിൽ ചെന്ന് കുട്ടികൾക്ക് കൂട്ടിയിരിക്കുകയും പഠിക്കാൻ സഹായിക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാറ്. വൈകിട്ട് കുഞ്ഞുങ്ങളെ നോക്കുവാൻ മാത്രമായി ഒരാളെ ജോലിക്ക് നിർത്തേണ്ടി വന്നാൽ അധികം ചെലവാകുമെന്ന് അവൾ പരിഭ്രമിച്ചപ്പോൾ ഒരു അനിയൻ എന്ന നിലയ്ക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവളെ സഹായിക്കാനായി ഞാൻ തന്നെയാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം 7 വയസ്സുകാരനെ എനിക്ക് കുറച്ച് വഴക്ക് പറയേണ്ടി വന്നു. അവൻ സോഫയിൽ കയറി നിന്നുകൊണ്ട് ചാടുവാൻ ആരംഭിച്ചു. അവൻ താഴെ വീഴും എന്നുള്ള ഭയം മൂലം ഞാനവനെ ചാടാൻ അനുവദിച്ചില്ല. ചാടിയാൽ അവന് ആപത്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അവൻ കരഞ്ഞ് അലറി വിളിക്കാൻ ആരംഭിച്ചു. അതൊക്കെ ഈ പ്രായത്തിൽ പതിവുള്ളതായതുകൊണ്ട് ഞാൻ അധികം കാര്യമാക്കിയില്ല. കുറച്ചു സമയത്തിനുശേഷം അവനതൊക്കെ മറന്നു കളിക്കാൻ ആരംഭിച്ചു. മൂത്ത കുട്ടി ഇതൊന്നും കാര്യമാക്കാതെ മുകളിലെ മുറിയിൽ പഠനത്തിലായിരുന്നു. എന്നാൽ എന്റെ സഹോദരി തിരിച്ചെത്തി വീടിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും തൊട്ടു മുന്നിലത്തെ സെക്കൻഡ് വരെ വളരെ നോർമലായി പെരുമാറിയിരുന്ന അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എന്റെ സഹോദരിയുടെ അടുത്തേക്ക് ഓടി. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഞാനും അവന്റെ പുറകെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ ഉടനെ തന്നെ പറഞ്ഞു തുടങ്ങി, ഞാൻ ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു എന്നും അവനും അവന്റെ സഹോദരിയും ആ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല എന്നും ഒക്കെ ആയിരുന്നു അവൻ പറഞ്ഞത്. ഇതു കേട്ടപാടെ സ്വാഭാവികമായി എന്റെ സഹോദരി ഭയങ്കര ദേഷ്യത്തിലായി. ഇത് കേട്ട ഞെട്ടലിൽ തന്നെ അല്ല, അവൻ കള്ളം പറയുകയാണ് എന്ന് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിനക്ക് സംശയമുണ്ടെങ്കിൽ ഇവിടത്തെ ക്യാമറ നോക്കാം എന്നും ഞാൻ പറഞ്ഞു. അവളും കുട്ടികളും മാത്രമുള്ള വീട് ആയതുകൊണ്ട് സുരക്ഷയ്ക്കു വേണ്ടി അവൾ ഏതാനും മാസങ്ങൾക്കു മുൻപ് പിടിപ്പിച്ചതാണ് ക്യാമറ. പക്ഷേ അവൾ സമ്മതിച്ചില്ല. കോപത്തിൽ അവൾ അലറി, നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ആകെ വിഷമിച്ചു പോയ ഞാൻ പരിഭ്രമത്തിൽ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോയി. കുറച്ചു മണിക്കൂറുകൾക്കു ശേഷം അവൾ എന്നെ വിളിച്ച് ക്ഷമ ചോദിച്ചു. അവൾ ക്യാമറ ഫൂട്ടേജ് പരിശോധിച്ചപ്പോൾ അവിടെ വേറെ ആരും വന്നിട്ടില്ലെന്നും ഞാനുണ്ടാക്കി നൽകിയ ഭക്ഷണം അവളുടെ മകൻ വാശി പിടിച്ചു കഴിക്കാതിരുന്നതാണെന്നും അവൾക്ക് മനസ്സിലായത്രേ. കുട്ടികളെ നോക്കാൻ ഞാൻ തുടർന്നും ചെല്ലണമെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടു. കാരണം ഇന്നുണ്ടായതെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നല്ലോ. പക്ഷേ എനിക്ക് ഇനി അവളുടെ കുട്ടികളെ നോക്കാൻ ആവില്ല എന്ന് ഞാൻ അവളോട് തീർത്തു പറഞ്ഞു. അവൾ പറഞ്ഞു, അവൻ വെറും 7 വയസ്സുള്ള കുട്ടിയല്ലേ, കള്ളം പറഞ്ഞത് പ്രായത്തിന്റെ കുസൃതിയെ കണ്ടാൽ മതി. പക്ഷേ എനിക്കൊന്നും ഉൾക്കൊള്ളാനായില്ല. അതിനാൽ വഴക്കിട്ടാണ് ഞങ്ങൾ അന്ന് ഫോൺ വെച്ചത്. ഞങ്ങളുടെ അമ്മ അവളുടെ ഭാഗത്താണ്. കുഞ്ഞാണെന്ന പരിഗണന ഞാൻ അവന് കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ എനിക്കത് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അന്നുണ്ടായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. അന്ന് അവൾ പോലീസിനെ വിളിച്ചിരുന്നെങ്കിലോ കുട്ടി അവരോടും കള്ളം പറഞ്ഞിരുന്നെങ്കിലോ എന്താകുമായിരുന്നു എന്റെ